ഒന്നുകൂടെ മലപ്പുറത്തേക്ക് പോകാം. അവിടെ നിഖിൽ പരമേശ്വരൻ. നിഖിൽ, എന്താണ് സ്ഥിതി അവിടെ? ബ്രസീലിന്റെ ഒരു വിജയം, അത് ഫാൻസുകാരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫ് നമുക്ക് അല്ലെങ്കിൽ ബ്രസീലിന് അനുകൂലമല്ല. അപ്പൊ എന്താണ് അവിടുത്തെ ഒരു വൈബ്? മലപ്പുറത്തിന്റെ ഒരു ഫുട്ബോൾ പ്രേമം അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ചെറിയ കുട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങും. നമുക്ക് ഈ ചെറിയ കുട്ടിയിൽ നിന്ന് തന്നെ അറിയാൻ കഴിയും എത്രത്തോളം ഉണ്ട് ആ ഒരു ആവേശം എന്നുള്ളത്. ഈ ചെറിയ കുരുന്ന് 1.5 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടി മുതൽ നല്ല പ്രായമായ ആളുകൾ വരെ ഇവിടെ കളി കാണാൻ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒത്തുചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം താഴെപ്പാലത്താണ്. താഴെപ്പാലത്ത് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വലിയ ആവേശം സ്ഥിരമായി പ്രകടമാകുന്നതാണ്. ഈ രാത്രി ഇനിയിപ്പോൾ എത്ര വൈകിയാലും ഈ കളി കാണാൻ ഇവിടെ ആവേശം ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ഇവരൊക്കെ അർജന്റീന ആരാധകരാണ്. അവരോടൊരു പ്രതീക്ഷ നമുക്ക് ചോദിക്കാം. നിങ്ങൾക്ക് സന്തോഷമായിരിക്കുമല്ലോ? സന്തോഷമല്ല, കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. ഹാഫ് ടൈമല്ലേ ആയിട്ടുള്ളൂ. ഉള്ളു കഴിയട്ടെ. കളി ജപ്പാൻ നല്ല കളിയാണ്, അതിനനുസരിച്ചുള്ള ബ്രസീലിലെ കളിയുണ്ട്. കളി കഴിഞ്ഞാൽ മനസ്സിലാവും. എന്താണ് ബ്രസീൽ ഫാൻസിന് എന്താ പറയാനുള്ളത്? ബ്രസീൽ ഫാൻസിന് നിപ്രയാസം ഇത് തിരിച്ചടിക്കും. ഹാഫ് ടൈമിന് ശേഷം തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും. 2 ഗോൾ എങ്ങനെയായാലും തിരിച്ചടിക്കും. ഒരു ടെൻഷനും ഇല്ല. ജപ്പാൻ ഒരു ചെറിയ മീനല്ല എന്നിപ്പോ മനസ്സിലായി. അതല്ല, അതിന് മുന്നേ എത്ര വട്ടം മുട്ടിയിട്ടുണ്ട് ജപ്പാനായിട്ട്. ഇതുവരെ പരാജയങ്ങൾ ഒരു തവണയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും നിപ്രയാസം ഞങ്ങൾക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഹാഫ് ടൈമിന് ശേഷം തീർച്ചയായിട്ടും തിരിച്ചടിക്കും. പ്രജിൻ, ഇവിടുത്തെ ഒരു കൗതുകം ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഘാടകനാണ്. ഇദ്ദേഹം ഒരു അർജന്റീന ഫാനാണ്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് നിൽക്കുന്നത്. അദ്ദേഹം ബ്രസീൽ ഫാനാണ്. അദ്ദേഹം ഇവിടെ ഡോലക്കൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ പറയാ? നിരാശയില്ല. തീർച്ചയായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തിരിച്ചു വരും. തീർച്ചയായിട്ടും 2 ഗോൾ അടിച്ചുകൊണ്ട് ബ്രസീൽ തിരിച്ചു വരും. അപ്പൊ അതാണ് ബ്രസീലിന്റെ ഫാൻസുകാർ പറയുന്നത്. ബ്രസീൽ സെക്കൻഡ് ഹാഫിൽ തിരികെ എത്തും, കളി ജയിക്കും 2-1 എന്നുള്ള പ്രവചനങ്ങളൊക്കെ വരികയാണ്. നോക്കുക, 15,000 കിലോമീറ്റർ അകലെ ഹ്യൂസ്റ്റണിലാണ് ഇപ്പോൾ ഈ മത്സരം നടക്കുന്നത്. ഇവിടെ നോക്കുക, അത്രമേൽ ആവേശം. ആ ഗാലറിയിൽ എന്താണോ ഇപ്പോൾ സംഭവിക്കുന്നത് അതുപോലെയാണ് കേരളത്തിലെ ഓരോ ഇടങ്ങളിലും ബ്രസീൽ ഫാൻസും ഫുട്ബോൾ പ്രേമികളും ചേർന്ന് വലിയ സ്ക്രീനിലൊക്കെ കളിയൊരുക്കി കണ്ടുകൊണ്ട് ആ കളിക്കമ്പത്തിന്റെ ആവേശ കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിലെ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.